ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വണ്ടർഫുൾ ഐഡിയാസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ചറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെ. നല്ല സ്പൈസി ആയിട്ടുള്ള സ്വാദുള്ള നല്ല മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് മുമ്പായി നമ്മുടെ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് 3 കപ്പ് കടലപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയുമാണ്. അത് നമുക്ക് ആദ്യം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര അളവ് വേണോ അത്രയും അളവെടുക്കാം. ഞാൻ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്ത ശേഷം 1 ബൗൾ പൊടി നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം അല്പാൽപമായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ലോണം കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 7-യിൽ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇടണം. ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ചെറിയ നൈസായിട്ടുള്ള ഹോൾസുള്ള അച്ചാണ്. ഇനി നമുക്ക് ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും വറുത്തെടുക്കണം. വളരെ സ്ലോ ആയിട്ട് ലോ ഫ്ലെയിമിലാണ് നമുക്ക് ഇത് വറുത്ത് കോരേണ്ടത്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഇത് നല്ല മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഇത് മുഴുവനായി നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് പൊടി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നല്ല ലൂസായി ഇതുപോലെ കലക്കിയെടുക്കണം. അധികം ലൂസാവരുത്. ഇതുപോലെ ഇത്രയും മതി. അധികം ലൂസായി പോവരുത്, അധികം കട്ടിയും ആവരുത്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഹോൾസുള്ള ഒരു അപ്പക്കൊരിയിലൂടെ നമുക്ക് വറുത്തെടുക്കണം. ഇതുപോലെ ഒരു ഹോൾസുള്ള ഒരു അപ്പക്കോരി എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. തുടർച്ചയായി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി മുരിഞ്ഞതിന് ശേഷം നല്ല ക്രിസ്പായതിന് ശേഷം അത് പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കണം. ഇതിനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പരിപ്പ് കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ വറുത്ത് കോരി പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതിനൊന്നും ഒരു മെഷറൊന്നുമില്ല. നമുക്ക് എത്ര കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതുപോലെ നിലക്കടല അല്പം 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരി ഇതിലേക്ക് ഇടാം. എല്ലാം അതേ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി. ഇനി 3-4 വെളുത്തുള്ളി ചതച്ചതാണ്. അതും അതുപോലെ ലോ ഫ്ലെയിമിൽ വറുത്ത് കോരി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചതിലേക്ക് ഇടാം. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി ഒരു കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് വറുത്ത് ചേർക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വറ്റൽമുളക് അങ്ങനെയൊക്കെ നമുക്ക് ഇതിലേക്ക്
ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ ആഡ് ചെയ്യണം. ആദ്യം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കായ പൗഡർ ഇതിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കൂട്ടാവുന്നതും അതുപോലെ തന്നെ കുറക്കാവുന്നതുമാണ്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം ഇട്ടിരുന്നു, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും എല്ലാത്തിൻ്റെയും രുചി കിട്ടുന്നത് വരെ നന്നായി കുഴച്ചെടുക്കണം. അതുപോലെ എല്ലാം പൊടിഞ്ഞ് കിട്ടണം. അങ്ങനെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ. താങ്ക് യു.